ശത്രുക്കളായി മാറിയെന്നാലും ലോകമെല്ലാം നമ്മെ പഴി പറഞ്ഞെന്നാലും മിത്രങ്ങളും ശത്രുക്കളായി മാറിയെന്നാലും ലോകമെല്ലാം നമ്മെ പഴി പറഞ്ഞെന്നാലും തകർന്നു പോയെന്നു തമ്മിൽ പറഞ്ഞു മുന്നിൽ നമ്മെ ഇത്രത്തോളം ഉയർത്തിയോ കൂടെയില്ലേ തകർന്നു പോയെന്നു തമ്മിൽ പറഞ്ഞു മുന്നിൽ നമ്മെ ഇത്രത്തോളം ഉയർത്തിയോ കൂടെയില്ലേ വിശ്വസിച്ച നാം ദൈവമഹത്വം കാണും വിശ്വാസത്തോടെ
മലങ്കര സഭയിലെ ഈ നവീകരണത്തിന് നേതൃത്വം നൽകിയതുപോലെ ഇന്ന് സഭയിലും സമൂഹത്തിലും ശുചീകരണ പ്രക്രിയയ്ക്ക് വളരെ കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശുചീകരണ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുന്നതിനായി നമുക്ക് ഇടയായി തീരേണ്ടിയിരിക്കുന്നു. പുനരുദ്ധാരണം കാത്തുകിടക്കുന്ന ആധുനിക സഭയ്ക്ക് ഇതിന്ന് ചെയ്തില്ല എന്ന് വരികിൽ നാം പിന്നീട് വിലപിക്കേണ്ടി വരുമല്ലോ എന്നുള്ള കാര്യം കൊണ്ടത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദുർഘടം പിടിച്ച ഒരു കാലഘട്ടത്തിലാണ് നെഹമ്യാവ് ദൈവം നിയോഗിച്ച ഒരു നായകനായി രംഗപ്രവേശനം ചെയ്യുന്നത്. ഭാഗ്യ ശക്തികളിൽ നിന്നും അതുപോലെ സ്വന്തം ജനതയിൽ നിന്ന് തന്നെയും ഭീഷണികൾ നേരിട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. യെരുശലേം ജനത ബാബിലോണിലെ പ്രവാസകാലം കഴിക്കുന്ന നാളുകളാണ്. എന്നാൽ അവിടെ നിന്ന് കുറേ ഇസ്രായേലിയർ ഇവിടെ യെരുശലേമിൽ എത്തിപ്പെടുകയുണ്ടായി. അവരാണ് നശിച്ചു കിടക്കുന്നതായുള്ള ഈ മതിലുകളും തീവന്ത് കിടക്കുന്നതായുള്ള വാതിലുകളും പുനഃസ്ഥാപിക്കുന്നതിനായി ശുശ്രൂഷയിൽ ഏർപ്പെട്ടത്. അവർക്ക് നടുനായകത്വം വഹിച്ചിരുന്ന ആളിനെ കുറിച്ചാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത് എന്ന് ഓർക്കണമേ. അതുകൊണ്ട് നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു വന്ന് യെരുശലേമിൽ എത്തിയതായുള്ള ഇസ്രായേലിയർ അവർ ചേർന്നാകുന്നു ഈ വലിയ സംരംഭത്തിന് തുനിഞ്ഞത് എന്ന് നാം മനസ്സിലാക്കണമേ. മാനസികമായും ശാരീരികമായും സാംസ്കാരികമായും ആത്മീകമായും തകർന്ന ഒരു ജനതയ്ക്ക് നേതൃത്വം നൽകുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. അതാകുന്നു ഒരു വെല്ലുവിളിയായി നെഹമ്യാവ് ഏറ്റെടുത്തത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്താകുന്നു നെഹമ്യാവിന് ഇതിനോടുണ്ടായിരുന്ന പ്രതികരണം? അതാകുന്നു ഇന്ന് രാത്രിയിലെ നമ്മുടെ ചിന്താവിഷയം. നെഹമ്യാവ് അവലംബിച്ചതായുള്ള ശൈലികൾ എന്തായിരുന്നു? നെഹമ്യാവ് പിന്തുടർന്നതായിട്ടുള്ള മാതൃകകൾ എന്തായിരുന്നു? അതാകുന്നു ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് വിഷയീഭവിപ്പിക്കണം എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നത്. 4 കാര്യങ്ങൾ പറയുന്നു. അതിലൊന്നാമതായി ഞാൻ നിങ്ങളോട് പറയട്ടെ. യെരുശലേമിൻ്റെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് കേട്ട നെഹമ്യാവിൻ്റെ ആദ്യത്തെ പ്രതികരണം പ്രാർത്ഥനയിലൂടെയാണ്. നെഹമ്യാവിൻ്റെ പ്രതികരണം പ്രാർത്ഥനയിലൂടെയാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുകയാണ്. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു, കുറേ നാൾ ദുഃഖിച്ചു, ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. നെഹമ്യാവിൻ്റെ പ്രതികരണം എത്ര ശ്ലാഘനീയമാണ്! ഈ വർത്തമാനം കേട്ടപ്പോൾ നെഹമ്യാവ് ഇരുന്ന് കരഞ്ഞു, നെഹമ്യാവ് ദുഃഖിച്ചു, നെഹമ്യാവ് ഉപവസിച്ചു, നെഹമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. നാമും ചിലപ്പോഴെങ്കിലും പലപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള വാർത്തകൾ, അത് ചില വ്യക്തികളെക്കുറിച്ചാവാം, അത് ചില കുടുംബങ്ങളെക്കുറിച്ചാവാം, അത് നമ്മുടെ അയൽപക്കങ്ങളെക്കുറിച്ചാവാം, നമ്മുടെ സഭയെക്കുറിച്ചാവാം, നമ്മുടെ രാജ്യത്തെക്കുറിച്ചാവാം. വാർത്തകൾക്ക് ഇന്ന് പഞ്ഞമൊന്നുമില്ല. ഇങ്ങനെയുള്ള വാർത്തകൾ നാം കേൾക്കാറുണ്ട്. എന്നാൽ നെഹമ്യാവിൻ്റെ മനോഭാവത്തിൽ നിന്ന് നേരെ വിപരീതമായി മനോഭാവങ്ങളാണ് നാം കൈക്കൊള്ളുന്നതെങ്കിൽ അതെത്രയോ ദുഃഖകരമായ ഒരു സംഗതിയാണ്. ഒരു തരത്തിലുള്ള നിസ്സംഗത, ഒരു തരത്തിലുള്ള ഇൻഡിഫറൻസ്, പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരെ പോലെ ഒന്നിനോടും ഒന്ന് പ്രതികരിക്കാതെ ഇരിക്കുന്ന ഇൻഡിഫറൻസിൻ്റെ നാളുകളിലൂടെയാകുന്നു ഇന്ന് ജനം കടന്നു പോകുന്നത്. രാജ്യത്ത് എന്ത് നടന്നാലും വേണ്ടില്ല, അതെൻ്റെ കാര്യമല്ല. സഭയിലും സമൂഹത്തിലും ഭവനത്തിലും നമ്മുടെ നെയ്ബർഹുഡിലും എന്ത് നടന്നാലും എനിക്കെന്ത് എന്നുള്ള മട്ടിൽ നിസ്സംഗതയോടുകൂടെ ഇൻഡിഫറൻസോട് കൂടിയിട്ടാകുന്നു, പ്രതികരണശേഷിയില്ലാതെയാകുന്നു നാം ഇതിനോട് പ്രതികരിക്കുന്നതെങ്കിൽ നാം നെഹമ്യാവിൽ നിന്ന് വളരെ കാതമകലെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. നെഹമ്യാവിന് തോന്നിയ ഹൃദയഭാരം, എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവർ, ഇന്ന് നമ്മുടെ ഹൃദയങ്ങൾക്കുണ്ടോ? നെഹമ്യാവിനുണ്ടായ തീവ്രമായ ദുഃഖം ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ മുഖത്ത് നമുക്കുണ്ടോ എന്ന് നാം ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ നാടിനും നമ്മുടെ സഭയ്ക്കും നമ്മുടെ കുടുംബത്തിനും വന്നു ഭവിച്ചിരിക്കുന്ന
അപകടകരമായ മൂല്യച്യുതിയിൽ നമുക്ക് ദുഃഖം തോന്നിയില്ല എന്ന് വരികിൽ മറ്റാർക്കാകുന്നു ദുഃഖം തോന്നുന്നത് എന്ന് നാം ഓർക്കണമേ. ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിൽക്കുവാൻ നാം ഇന്ന് തയ്യാറാകേണ്ടിയിരിക്കുന്നു. അമേരിക്കയുടെ വളരെ പ്രഗത്ഭനായിരുന്ന 16ാമത്തെ പ്രസിഡൻ്റാണല്ലോ എബ്രഹാം ലിങ്കൻ. അദ്ദേഹം പ്രസിഡൻ്റായി ചുമതലയേറ്റപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചത്, വരവേറ്റത് ഏറ്റവും സങ്കീർണമായ പ്രതിസന്ധികളായിരുന്നു. ആ കാലയളവിൽ അടിമക്കച്ചവടം നിലനിന്നിരുന്ന ആ ലോക വ്യവസ്ഥിതിയിൽ ദൈവവചനം പഠിച്ചതിലൂടെ ദൈവത്തിൻ്റെ വചനത്തോടുള്ള തൻ്റെ അടുപ്പം കൊണ്ട് അത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുകയും അടിമക്കച്ചവടത്തിനെതിരെ, വർണ്ണവിവേചനത്തിനെതിരെ അദ്ദേഹം പ്രവർത്തിക്കാനായി ആരംഭിക്കുകയാണ്. അദ്ദേഹം ആ കാലയളവിൽ ആഭ്യന്തര കലാപത്തെ പോലും അഭിമുഖീകരിക്കേണ്ടി വന്ന സാഹചര്യമായിരുന്നു അന്നവിടെ ഉണ്ടായിരുന്നത്. മഹാനായ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ ദൈവവചനത്തിൽ ആഴമായി ഊന്നിയിരുന്ന, ദൈവത്തിൽ അപാരമായ ഭക്തി കണ്ടെത്തിയിരുന്ന എബ്രഹാം ലിങ്കൻ എന്ത് ചെയ്തു? ഈ പ്രതിസന്ധികളുടെ നടുവിൽ മുട്ടിന്മേൽ നിന്ന് ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന ആന്തരിക കലാപത്തിന്, ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന വർണ്ണവിവേചനത്തിൻ്റെ സംഘർഷാത്മകമായിരിക്കുന്ന സാഹചര്യത്തിന് അയവുണ്ടാകുവാൻ, നീക്കിപ്പോക്കുണ്ടാകുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ ഇരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളിലൂടെ ലോകം പിന്നീട് കണ്ടെത്തിയതായുള്ളൊരു സംഗതിയാണ്. നെഹമ്യാവിൻ്റെ മാതൃകയാണ് ഒരു ജനാധിപത്യ രാഷ്ട്രം കെട്ടുപണി ചെയ്യുവാൻ എബ്രഹാം ലിങ്കനെ തയ്യാറാക്കിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഇന്ന് നമുക്ക് ഇതൊരു മാതൃകയായി സ്വീകരിക്കുവാൻ കഴിയുന്നുണ്ടോ? ദൈവസന്നിധിയിൽ ഈ എബ്രഹാം ലിങ്കന് മുട്ടുമടക്കുവാൻ കഴിഞ്ഞെങ്കിൽ, ഈ നെഹമ്യാവിന് കരഞ്ഞ് ദുഃഖിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് മുട്ടുമടക്കുവാൻ കഴിഞ്ഞെങ്കിൽ, നമുക്കിന്ന് ചോദിക്കണം വിനയത്തോടുകൂടെ. ആരോടുമുള്ള ചോദ്യമല്ല, ഇതെന്നോടുള്ള ചോദ്യമാണ്, എന്നോടൊപ്പമുള്ള എൻ്റെ സഹപ്രവർത്തകരോടുള്ള ചോദ്യമാണ്, എൻ്റെ വാത്സല്യമുള്ള ജനങ്ങളോടുള്ള ചോദ്യമാണ്. ഈ പോക്കെങ്ങോട്ടാണ്? രണ്ടാമതായി നെഹമ്യാവിൽ കാണുന്ന മറ്റൊരു മാതൃക, തൻ്റെ സാധ്യതകൾ, തൻ്റെ അവസരങ്ങൾ എല്ലാം താൻ ഏറ്റെടുത്തിരിക്കുന്ന ഈ നിർമ്മാണ പദ്ധതിക്ക് വേണ്ടി ചെലവിടുവാൻ, ചെലവായി പോകുവാൻ തയ്യാറാവുകയാണ്. തൻ്റെ സാധ്യതകൾ, തൻ്റെ അവസരങ്ങൾ ഈ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് താൻ ശിരസാവഹിച്ചിരിക്കുന്ന ഈ വലിയ കർമ്മത്തിന് വേണ്ടി ചെലവിടുവാൻ തക്കവണ്ണം ഒന്നും മാറ്റിവെക്കാതെ നൽകുവാൻ നെഹമ്യാവ് തുനിയുകയാണ്. എത്രയോ നല്ല ഒരു മാതൃകയാണ്, നല്ല ഒരു മാതൃകയാണ്. അത് നമുക്കും സ്വീകരിപ്പാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. രാജാവിൻ്റെ പാനപാത്രവാഹകൻ എന്ന സ്ഥാനവും പദവിയും അധികാരവും നെഹമ്യാവ് ദൈവവിളിക്കനുസരിച്ച് പ്രയോജനപ്പെടുത്തുവാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും ഓരോരോ സ്ഥാനങ്ങളിൽ, ഓരോരോ ഇടങ്ങളിൽ എത്ര ഹൃദ്യമായി ആക്കി വച്ചിരിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകളിലെ ശോചനീയമായിരിക്കുന്ന അവസ്ഥകൾ കാണുമ്പോൾ അതിനോട് പ്രതികരിപ്പാൻ തക്കവണ്ണം നമ്മുടെ അവസരങ്ങളും നമ്മുടെ സാധ്യതകളും അതിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ചെലവിടുവാനും ചെലവായി പോകുവാനും നെഹമ്യാവിനെ പോലെ സ്ഥാനമാനങ്ങൾ നൽകിയിരിക്കുന്നു, പ്രവർത്തന ഇടങ്ങൾ നൽകിയിരിക്കുന്നു, വലിയ സാവകാശം നമുക്കൊരുക്കിയിരിക്കുന്നു. അത് വീണ്ടും വീണ്ടും പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ഗൗരവമായി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകളും അവസരങ്ങളും നമ്മുടെ ചുറ്റുപാടുകളുടെ പുനരുദ്ധാരണത്തിനായി, സർവ്വജനത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിനായി, വീണ്ടെടുപ്പിനായി നാം വിനിയോഗിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. എന്നാൽ നെഹമ്യാവിനെ കുറിച്ചൊരു കാര്യം പറയാതെ പോയാൽ അത് ശരിയാകത്തില്ല. നെഹമ്യാവിൻ്റെ സ്വാധീനം കൊണ്ട് എല്ലാം നേടിയെന്ന് നെഹമ്യാവ് ഒരിക്കലും അവകാശപ്പെടുന്നില്ല. നെഹമ്യാവിൻ്റെ സ്വാധീനം കൊണ്ട് എല്ലാം നേടിയെന്ന് നെഹമ്യാവ് ഒരിക്കലും അവകാശപ്പെടുന്നില്ല. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് രാജാവ് അത് എനിക്ക് തന്നു എന്നാകുന്നു നെഹമ്യാവ് പറയുന്നത്. എൻ്റെ മിടുക്കല്ല, എൻ്റെ സാമർഥ്യമല്ല,
എൻ്റെ കണക്ക് കൂട്ടലുകളല്ല, എൻ്റെ ദൈവത്തിൻ്റെ കരുണ എനിക്ക് ലഭിച്ചത് കൊണ്ടാകുന്നു. അവൻ്റെ കൈ എന്നോട് കൂടെ ഇരുന്നത് കൊണ്ട് എനിക്കിത് സാധ്യമാക്കി തന്നു എന്നുള്ള ആ വിനയ മനോഭാവം എത്രയോ ശ്ലാഘനീയമാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ഒരു സാക്ഷ്യം നാം കേൾക്കുന്നുണ്ടല്ലോ. 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ഗർഭം മുതൽ മുടന്തനായ ഒരുവനെ ചിലർ ചുമന്നും കൊണ്ട് വന്നു. അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. അവിടെ പത്രോസും യോഹന്നാനും വരുന്നത് കണ്ടിട്ട് എന്തെങ്കിലും ലഭിക്കുമെന്ന് വിചാരിച്ച് അവനവരെ സൂക്ഷിച്ചു നോക്കുകയാണ്. അപ്പോൾ പത്രോസ് യോഹന്നാനോട് ചേർന്ന് നിന്ന് അവനോട് പറയുകയാണ്, നീ ഞങ്ങളെ ഉറ്റുനോക്കുക. അവൻ വിചാരിച്ചു വല്ലതും കിട്ടും, ഇന്നത്തേക്കുള്ള കാര്യം നടക്കുമല്ലോ എന്നൊക്കെ അവൻ വിചാരിച്ച് അവരെ നോക്കി. എന്നാൽ പത്രോസ് യോഹന്നാനോട് ചേർന്ന് പറയുകയാണ്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, വെള്ളിയും പൊന്നും എനിക്കില്ല, ഞങ്ങൾക്കുള്ളത് എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറയുകയാണ്. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറയുകയാണ്. ഒരുപക്ഷെ ഇന്ന് നമുക്ക് പൊന്നും വെള്ളിയും ഒക്കെ കാണും. അതിനെല്ലാം ചില നിയന്ത്രണങ്ങൾ വന്നതുകൊണ്ട് ആ രൂപത്തിലല്ലെങ്കിലും ഏറെങ്കിലും രൂപത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സാവകാശം നമുക്കുള്ളത് കൊണ്ട് എന്തിനേറെ നസ്രയൻ്റെ പിന്നാലെ കൂടുന്നു. എന്നാൽ പത്രോസ് പറയുന്നു, യാക്കോബിനോട് യോഹന്നാനോട് ചേർന്ന് പറയുന്നു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക. ഇത് കേട്ട മാത്രയിൽ ഈ പിറവിയിലെ ഈ പ്രയാസം അനുഭവിക്കുന്നതായുള്ള ഈ മുടന്തനായിരിക്കുന്ന മനുഷ്യൻ കുതിച്ച് എഴുന്നേറ്റ് തുള്ളിയും ചാടിയും കൊണ്ട് ഈ അപ്പോസ്തലന്മാരോട് ചേർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ ജനം അത്ഭുതത്തോടുകൂടി പത്രോസിനെയും യോഹന്നാനെയും നോക്കുകയാണ്. അപ്പോൾ പത്രോസ് പറയുകയാണ്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നതെന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതെന്ത്? നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ് അവൻ സൗഖ്യം പ്രാപിച്ചത്. നസ്രയനായ യേശുവാണ് അവന് സൗഖ്യം നൽകിയത് എന്ന് പറയുകയാണ്. നെഹമ്യാവ് പറയുന്നു, പത്രോസും യോഹന്നാനും പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നസ്രയനായ യേശുവാണ് ഇതിനെല്ലാം കാരണഭൂതനായി തീർന്നത്. കർത്താവിൻ്റെ കരങ്ങളാൽ ബലപ്പെടുകയാണ് ഇന്ന് നമുക്ക് കരണീയമായിരിക്കുന്നത്. മൂന്നാമതായി, യെരുശലേമിൻ്റെ മതിൽ പണിയുവാനുള്ള ഉദ്യമത്തിൽ എല്ലാവരെയും പങ്കാളികളാക്കി അവരോട് ചേർന്ന് നിൽക്കുന്ന നെഹമ്യാവിനെ ഒന്ന് നോക്കിക്കണ്ടേ. എല്ലാവരെയും പങ്കു ചേർത്തുകൊണ്ട് എല്ലാവർക്കും പങ്കും ഓഹരിയും നൽകിക്കൊണ്ട് നെഹമ്യാവ് അവരോട് ചേർന്ന് നിൽക്കുകയാണ്. ജനത്തോട് താതാത്മ്യപ്പെടുന്ന സുന്ദരമായിരിക്കുന്ന ഒരു നേതൃത്വ ശൈലിയല്ലേ, ഒരു മാതൃകയല്ലേ നെഹമ്യാവ് കാട്ടുന്നത്? തനിക്ക് ലഭിച്ചതായുള്ള ദർശനത്തിനനുസരിച്ച് താൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറയുന്ന സ്ഥാനത്ത് അവരോട് ചേർന്ന് നിന്ന് അവരിൽ ഒരുവനെ പോലെ താതാത്മ്യപ്പെട്ട് ഈ വലിയ സംരംഭത്തിന് നേതൃത്വം നൽകുന്നതായിട്ടുള്ള നെഹമ്യാവ് എത്രയോ ശ്രേഷ്ഠനാണ് എന്ന് നാം ഓർക്കണമേ. ദൈവത്തിൻ്റെ മക്കൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ആ പ്രവർത്തനത്തിൽ ദൈവപ്രസാദം അനുഭവിക്കുവാൻ കഴിയുന്നത്. നെഹമ്യാവിൻ്റെ 2-ാം അധ്യായം 17-ാമത്തെ വാക്യം നാം നേരത്തെ കേട്ടുവല്ലോ. അന്നേരം ഞാൻ അവരോട്, യെരുശലേം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ടുവന്നും കിടക്കുന്നതായി നാം അടിവരയിടണം, നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവീൻ, നാം ഇനിയും നിന്നാപാത്രമായിരിക്കാതെ വണ്ണം യെരുശലേമിൻ്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. ജനത്തെ ബോധവൽക്കരിക്കുകയും അവരെ സഹകരിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ നെഹമ്യാവ് ഉദാത്തമായുള്ള മാതൃക ലോകത്തിന് നൽകുകയാണ്. നെഹമ്യാവിൻ്റെ 2-ാം അധ്യായം 18-ാമത്തെ വാക്യം ഇങ്ങനെയാണല്ലോ, അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി, അവിടെ മുൻപനാര് പിൻപനാര് ഈ ചിന്തകളൊന്നുമല്ല, ഒന്നിച്ച് നിന്ന് പരസ്പരം ഉത്സാഹിച്ച് പരസ്പരം ധൈര്യപ്പെടുത്തി
ഈ മഹായത്നത്തിൽ അവർ പങ്കുചേരുകയാണ്. ഇന്ന് നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ബന്ധങ്ങൾ വീണുടയുന്ന കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പണിയുന്നതിലല്ല, തകർക്കുന്നതിലാണ് എല്ലാവരും ആവേശഭരിതരായി പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നത്. പണിയുന്നതിലല്ല, അത് തകർക്കുന്നതിലാണ് എല്ലാവരും ആവേശഭരിതരായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ വേദനാജനകമാണ്. ഈ സ്ഥിതിക്ക് മാറ്റം വരേണ്ടതല്ലേ? നാം ഏറെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നുറുങ്ങ് കവിതകളുടെ തമ്പുരാനുണ്ടല്ലോ, കുഞ്ഞുണ്ണി മാഷ്. അദ്ദേഹം ഇങ്ങനെ പാടി ഒരു നുറുങ്ങ് കവിതയിൽ: ഒന്നായി നിന്നാൽ നന്നായി, നന്നായി നിന്നാൽ ഒന്നായി, ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. എന്തിനധികം പ്രസംഗിക്കണം? ഈ കുഞ്ഞുണ്ണി മാഷരുടെ ഈ നുറുങ്ങ് കവിത ഒരു 100 ആവർത്തി മനസ്സിലൊന്ന് കൊണ്ടുവന്ന് നാലാമതായി അവസാനമായ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നെഹമ്യാവ് മതിൽ പണിത് കഴിഞ്ഞപ്പോൾ ദൈവത്തെയും ജനത്തെയും മറന്ന് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയല്ല ചെയ്തത്. പിന്നെയോ ജനത്തെ വിളിച്ചുകൂട്ടി ദൈവനാമത്തിന് മഹത്വം കരയറ്റുകയാണ് ചെയ്തത്. ജനത്തെ വിളിച്ചുകൂട്ടി ദൈവനാമത്തിന് മഹത്വം കരയറ്റുകയാണ് ചെയ്തത്. നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: അനന്തരം അവനവരോട്, നിങ്ങൾ ചെന്ന് മൃഷ്ടാന്ന ഭോജനവും മധുരപാനീയവും കഴിക്കുക. ഭക്ഷണം ഒരുക്കിയിട്ടില്ലാത്തവർക്ക് നിങ്ങളുടെ ആഹാരം പങ്കിടുക. നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്. യഹോവയിങ്കലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. 6 കാര്യങ്ങൾ അക്കമിട്ട് ഇവിടെ പറയുകയാണ്. 6 കാര്യങ്ങൾ അക്കമിട്ട് പറയുകയാണ്. എത്ര പ്രൗഢമായിരിക്കുന്ന ഒരു തിരുവചന ഭാഗമാണത്. 1, ജനത്തെ എല്ലാം കൂട്ടിവരുത്തി. ഈ മതിൽ പണിതതിന് ശേഷം, ഈ വാതിലുകൾ പുനഃപ്രതിഷ്ഠ നടത്തിയതിന് ശേഷം നെഹമ്യാവ് ചെയ്തതാണ് ജനത്തെയെല്ലാം കൂട്ടിവരുത്തി. അവരാണല്ലോ അധ്വാനിച്ചത്, അവരുടെ വിയർപ്പാണല്ലോ, അവരുടെ പ്രയത്നമാണല്ലോ, അവരുടെ കണ്ണുനീരാണല്ലോ. അവരെല്ലാം വിളിച്ച് കൂട്ടി. 2, ന്യായപ്രമാണ പുസ്തകം വായിച്ച് കേൾപ്പിച്ചു. ന്യായപ്രമാണ പുസ്തകം വായിച്ച് കേൾപ്പിച്ചു. 3, വായിച്ചു കേട്ടതിൻ്റെ അർത്ഥം അവർക്ക് പറഞ്ഞു കൊടുത്തു, വ്യാഖ്യാനിച്ചു. 4, ജനം ഒരുമിച്ച് ഭക്ഷണം പാനീയങ്ങൾ ആഹരിച്ചു. 5, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം പങ്കുവെച്ചു. ന്യായപ്രമാണം പറഞ്ഞിരിക്കുകയാണ്, ഭക്ഷണമില്ലാത്തവർക്ക് നിങ്ങളുടെ ഭക്ഷണം പങ്കുവെക്കണം. 6, ഒരുമിച്ച് സന്തോഷിച്ചു. എത്ര ശ്രേഷ്ഠമായുള്ള കാര്യങ്ങളാണ്! ഈ 6 കാര്യങ്ങളിലൂടെ ശരിയായ ഒരു ആരാധനയാണ് അവരവിടെ നടത്തിയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ആരാധനയുടെ പ്രത്യേകതകൾ ഞാനെന്ന് പറയട്ടെ. ഒരുമയുടെ ആരാധനയായിരുന്നു അത്. പങ്കുവെക്കലിൻ്റെ ആരാധനയായിരുന്നു അത്. നന്ദിയുടെയും സന്തോഷത്തിൻ്റെയും ആരാധനയായിരുന്നു അത്. കർത്താവിൽ വാത്സല്യമുള്ള ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് നമ്മുടെ ആരാധനയുടെ ഇന്നിൻ്റെ അവസ്ഥയെക്കുറിച്ച് വിനയത്തോടെ ശാന്തമായി മുൻവിധി കൂടാതെ നല്ല തുറവിയോടുകൂടെ ഒന്ന് ചോദിക്കാം. നമ്മുടെ ആരാധന ഒരുമയുടെ ആരാധനയാണോ? നമ്മുടെ ആരാധന പങ്കുവെക്കലിൻ്റെ ആരാധനയാണോ? നമ്മുടെ ആരാധന നന്ദിയുടെയും സന്തോഷത്തിൻ്റെയും ആരാധനയാണോ എന്ന് നാം ഗൗരവമായി ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതല്ലേ ആദിമ നൂറ്റാണ്ടിൽ നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യന്മാർ ആരാധനയെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നത്? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 44 മുതൽ വായിക്കുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ 6 കാര്യങ്ങളോട് ചേർത്ത് നിങ്ങൾ ചിന്തിക്കുമെങ്കിൽ എത്രയോ സുന്ദരമായിരിക്കുന്ന ഒരു ബന്ധം അതിൽ ദർശിക്കാൻ കഴിയും. വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്നു. സകലവും പൊതുവകയെന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. എത്രയോ സാധർമ്മ്യമുള്ള 2 തിരുവചന ഭാഗങ്ങൾ 2 കാലഘട്ടങ്ങളിൽ എഴുതിയതാണെങ്കിലും അന്യോന്യം പൂരകങ്ങളായിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
പകരുന്നു പ്രാർത്ഥനയിൽ. സ്തോത്രത്തിൻ യാഗം ഞാൻ തന്നിടും സർവേശ്വരനെ നിൻ മുൻപിൽ. എൻ ഹൃദയം നിൻ സന്നിധിയിൽ പകരുന്നു പ്രാർത്ഥനയിൽ. സ്തോത്രത്തിൻ യാഗം